ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഡൽഹി മണാലി ട്രിപ്പിൽ ഇപ്പോൾ ഇതാ ഡൽഹി വിട്ട് ഒരു രാത്രി ഫുള്ള് ബസ്സിൽ കിടന്നുറങ്ങി രാവിലെ ആയപ്പോഴത്തേക്കും കുളു എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല തണുപ്പാണ് കേട്ടോ. ഈ പല്ലൊക്കെ തേക്കുമ്പോൾ തന്നെ മുഖത്തെല്ലാം വെള്ളം ഒഴിക്കുമ്പോൾ ഐസും വെള്ളം ഉണ്ടായിന്. ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മഞ്ഞ് ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ആൻസൈറ്റിയും കൂടെ ഉണ്ടായിന് കേട്ടോ. എന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയിട്ടുണ്ടായത് റിവർ റാഫ്റ്റിങ്ങിലാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്, ഹൈറ്റ്, വെള്ളം എല്ലാം പേടിയുള്ള ഒരാളാണ്. അതുകൊണ്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്, ഒരു അഡ്വഞ്ചറും ചെയ്യണ്ടെന്ന് വിചാരിച്ചിടത്തുനിന്ന് നിർബന്ധമായിട്ട് എല്ലാവരും പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതിൽ കയറി. പക്ഷേ എന്താന്ന് ആ ഒരു തീരുമാനം വളരെ നല്ല തീരുമാനമായിരുന്നു. അത് ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. വെച്ചാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ചിരിച്ച് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ചെറിയ പിള്ളേരായതുപോലെ ഉണ്ടായിരുന്നു. എനിക്ക് 29, 30 എത്തിയിട്ട് 30 ഏജായ ഞാൻ ചെറിയ കുട്ടികളപ്പുറം കോളേജിലുള്ളവരപ്പുറം നിന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എന്താ പറയുക, പെട്ടെന്ന് ഒരു 5 വയസ്സ് ചെറുതായ പോലെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ കയറിക്കേണ്ടി തീയാപ്പത്താക്കിയിട്ട് നമ്മൾ മറ്റേ തീയിലിങ്ങനെ തീയൊക്കെ കാന് കൈയൊക്കെ മരവിച്ചിട്ടുണ്ടായിന്. ഐസും വെള്ളമായിട്ടുണ്ടായിന്. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിപ്പിച്ചിട്ട് മുഖത്ത് വെള്ളം കുടിച്ചിട്ടുണ്ടായിന്. ഈ അപ്പ് ആൻഡ് ഡൗൺ ആക്കുമ്പോൾ നമ്മൾ താവയും പൊന്തിയും വേണം റിവർ റാഫ്റ്റിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ അതൊക്കെ അടിപൊളിയേനു. പിന്നെ കുറേ കുട്ടികൾ റിവർ റാഫ്റ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ പാരാഗ്ലൈഡിങ്ങിനും പോയി. നമ്മൾ പാരാഗ്ലൈഡിങ്ങിനൊന്നും പോയിട്ടുണ്ടായില്ല. ഇത് പാരാഗ്ലൈഡിങ്ങിൻ്റെ പോയ സ്റ്റുഡൻസ് അയച്ചു തന്ന ക്ലിപ്പാണ്. അടിപൊളിയല്ല, നൈസ്. പക്ഷെ അതൊന്നും ചെയ്യാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് അതിനൊന്നും പോയിട്ടുണ്ടായിട്ടില്ല. നമ്മൾ ബസ്സിൽ തന്നെ ഇരിക്കുകയും ചെയ്ത് ബസ്സിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് തട്ടുകട ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാഗിയും കോഫിയൊക്കെ വാങ്ങിക്കഴിച്ച് നമ്മൾ അവിടെ തന്നെ ഇരുന്ന് ചൂട് മാഗി. എത്ര പൈസ? ഐ തിങ്ക് 60 ആണോ 120 ആണെന്ന് തോന്നുന്നു ഒരു മാഗിക്ക്. 160 അങ്ങനെ എന്തോ ഉണ്ടായിന്, കറക്റ്റ് ഓർമ്മയില്ല. കോഫിക്കൊക്കെ ആ ഒരു റേറ്റ് തന്നെയാണ്, നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് എന്താ ഈ ആവി ഉണ്ടല്ലോ, ആവി കാണാനേ ഉള്ളൂ. വായിലിടുമ്പോൾ തണുത്തുറച്ചൊരു സാധനമുള്ള ചൂട് ഫീൽ ചെയ്യുന്നുണ്ടായിട്ടില്ല കേട്ടോ. ചൂടുള്ള ആവി വറക്കുന്ന നൂഡിൽസാണ്, പക്ഷെ വായിലിടുമ്പം തണുത്തിട്ടുള്ളൊരു സാധനം. അങ്ങനെ കോഫി ആയാലും എല്ലാം അതെ, ഒരു ചൂടുള്ളൊരു സാധനം നമുക്ക് ആ രാജ്യത്തു നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിയില്ലട്ടാ. ആ രാജ്യത്തു പറഞ്ഞാൽ ആ സ്ഥലത്ത് നമുക്ക് എന്തായാലും ചൂടുള്ളൊരു ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. എത്ര ചൂട് പതക്കുന്ന സൂപ്പായാലും നമ്മൾ വായിലേക്ക് പോകുമ്പോൾ തണുത്തിട്ടുണ്ടാവും. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. അതൊക്കെ വല്ലാതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റോടെ പറയുന്നത് കേട്ടോ. പോയി മടുത്തവർക്ക് ഇതൊന്നും വലിയ കാര്യമൊന്നും ഇരിക്കില്ല. ബട്ട് ഞാനെല്ലാം ആ രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഈ ഒരു കുളുവിലെ പിള്ളേരെല്ലാം നോക്കണം, മൊഞ്ചത്തികളും കുഞ്ഞു ക്യൂട്ടി പൈസ്. അവർ വളർത്തുന്ന നായാണ്. അതിൻ്റെ പേര് ഇങ്ങനെ കളിക്കുന്നുണ്ടായി. നമ്മളതിനെക്കൊണ്ട് കുറേ കളിച്ച് അതിനെ തലോടിയിട്ടും അതിൻ്റെ കൂടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും വീഡിയോ ക്ലിപ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് പോകാനുള്ള പേടി കാരണം ഞാൻ പോയിട്ടില്ല. ഞാൻ എല്ലാവർക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത്. ഇത് ഈ റെഡിട്ട് തന്നെ ഒരു സ്റ്റുഡൻ്റാണ് കേട്ടോ, ഒരു പൊട്ടിത്തെറിച്ച സ്റ്റുഡൻറ്റ്. മറ്റേതൊരു പൊട്ടിത്തെറിച്ച സ്റ്റുഡൻ്റാണ്. എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അതിന് പോയിട്ട് ഇങ്ങനെ തലോടിയും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മളിതാ പതിവ് ഷോ ഓഫ് കാര്യങ്ങൾ ബാക്കിൽ നിന്ന് ഞാനിങ്ങനെ നടക്കും, എനിക്കൊന്ന് വീഡിയോ ക്ലിപ്പൊക്കെ എടുത്ത് തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നേരെ നമ്മൾ റിസോർട്ടിലേക്കാണ് പോകുന്നത്. എല്ലാവരും വന്ന് പാരാഗ്ലൈഡിങ്ങിന് പോയവരൊക്കെ തിരിച്ചു വന്ന് നമ്മൾ റിസോർട്ടിലെത്തി. നൈറ്റ് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. പിന്നെ ഫുഡൊക്കെ അടിച്ചിട്ട് നൈറ്റ് ക്യാമ്പ് ഫയറും കാര്യങ്ങളും ആ ഒരു തുറന്ന് പറച്ചിലുകളും അവരൊരു ഇമോഷണലും കാര്യങ്ങളും എല്ലാം 3rd ഇയേഴ്സ് ആണല്ലോ. അപ്പോൾ ഇവർ കോളേജ് തീർന്ന് പോകുന്നില്ല, അതിൻ്റെ ഒരു ഇമോഷണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ടാ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ. എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ മുന്നത്തെ പാർട്സൊക്കെ എൻ്റെ ചാനലിലുണ്ട്, അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.